ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള വേദനയാണ് ഒറ്റപ്പെടലിൻ്റെ അനുഭവം. ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കേണ്ട സാഹചര്യമില്ലെന്ന് തോന്നാം. ഫോണും സോഷ്യൽ മീഡിയയും ചുറ്റും ആളുകളുമൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ സത്യമെന്താണ് എന്ന് നമുക്കറിയാമോ? മനസ്സിൽ ഒറ്റപ്പെട്ടവരായി കഴിയുന്നവരാണ് പലരും. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു നിലവിളി കേൾക്കാം. എന്നെ ആശ്വസിപ്പിക്കുന്നവൻ എനിക്കില്ല. എത്ര സത്യമായ വാക്കുകളാണ്! എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല. എൻ്റെ വേദന മനസ്സിലാക്കുവാൻ ആരുമില്ല. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരും കേൾക്കുന്നില്ല എന്ന് തോന്നൽ. നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഉള്ളിൽ തകർന്നിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം ആളുകളുണ്ട്, പക്ഷേ നിങ്ങളുടെ ഹൃദയം ആരും കാണുന്നില്ല. പെട്ടെന്ന് ശൂന്യമായി പോയ ഒരു നഗരത്തിൻ്റെ കരച്ചിൽ നാം കേട്ടു. ഇത് ഒരു വ്യക്തിയുടെ മാത്രം ശബ്ദമല്ല, ഒരു സമൂഹത്തിൻ്റെ ശബ്ദമാണ്. ഇത് യുവാക്കളുടെയും ജോലി ചെയ്യുന്നവരുടെയും കുടുംബത്തിൽ ഒറ്റപ്പെട്ടവരുടെയൊക്കെ ശബ്ദമായി തീരുകയാണ്. ഇതിൻ്റെ നടുവിൽ നമുക്ക് ഒരു വെളിച്ചം ലഭിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ടവരായിരിക്കാം, എന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല. ദൈവം നമ്മെ ചിലപ്പോൾ നിശബ്ദതയിലൂടെ നയിക്കുന്നതായി കാണാം. അതിന് കാരണം അവൻ നമ്മെ ഒറ്റയ്ക്ക് വിട്ടുകളഞ്ഞിട്ടില്ല. ദൈവം നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ സമയമായിരിക്കാം ഒറ്റപ്പെടലിൻ്റെ സമയം. എന്നാൽ അതേ സമയം ദൈവം നമ്മുടെ ഏറ്റവും അടുത്തുള്ളതായും ഉള്ള അനുഭവം നമുക്കുണ്ടാകാം. നാം പലപ്പോഴും ആളുകളിൽ ആശ്രയിക്കുന്നു. അവരുടെ സ്നേഹവും അംഗീകാരവും അവർ നമ്മോടൊപ്പം വേണം എന്നും നാം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം നമ്മോട് പറയുന്നത്, ഞാനാണ് നിന്റെ ആശ്വാസം. നിങ്ങളുടെ ഹൃദയവേദന പോലും ദൈവം കേൾക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ മീ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ? പക്ഷേ ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിന്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ നീ എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നാണ്. ജീവിതത്തിൻ്റെ നിശബ്ദതയിൽ, ഏകാന്തതയിൽ നമുക്ക് ഒരു ശബ്ദം കേൾക്കാം. അത് ലോകത്തിൻ്റെ ശബ്ദമല്ല, ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ദൈവം പറയുന്നു, ഞാനിപ്പോഴും ഇവിടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുവാനിടയാകണമേ. ഒരുപക്ഷെ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എങ്കിലും ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ദൈവസ്നേഹം എന്നെ നിറയ്ക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോഴും ഞാൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ ഓർക്കട്ടെ. പ്രാർത്ഥന കേൾക്കണം. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.